ഇന്നേ ദിവസം യേശുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിറയപ്പെടട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്, നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. പുതിയ നിയമത്തിൻ്റെ ഒരു വലിയ മെസ്സേജ്, പുതിയ നിയമം നൽകുന്ന മെസ്സേജ്, നമ്മൾ ആദ്യം യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കണം, യേശു നൽകുന്ന ആ ക്ഷമയെ സ്വീകരിക്കണം. നമ്മൾ ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, സ്നേഹിക്കണം, വിട്ടുകൊടുക്കണം. ബട്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ് കൊളോസ്സസ് ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യം. ഈവൻ ആസ് ക്രൈസ്റ്റ് ഫോർഗേവ് യു, യു ഓൾസോ മസ്റ്റ് ഡു. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുവിൻ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുവിൻ. കണ്ടോ, ആദ്യം നമ്മൾ അനുഭവിക്കേണ്ടത് എന്താ? യേശുവിൻ്റെ സ്നേഹം. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. ഞാൻ എത്രമാത്രം ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തിയെ സ്നേഹിക്കുന്നു, അവരോട് ക്ഷമിക്കുന്നു. അപ്പം അത് ഒരു വ്യക്തി സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും അത് റിസീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആത്മാവിന് സൗഖ്യം കിട്ടുവാണേ. ഈ ആത്മാവിന് സൗഖ്യം കിട്ടിയ വ്യക്തി യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുവാണ്. എഫേസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ അവൻ എല്ലാത്തിനും മുകളിൽ ആ ആത്മാവിന് സൗഖ്യം കിട്ടിയ വ്യക്തി യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലായിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് ഉയർത്താനാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് ഒരു ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് ബുദ്ധിയുടെ തലത്തിൽ 100 വർഷം നമ്മൾ സെമിനാരിയിലോ ബൈബിൾ കോളേജിലോ പഠിച്ചാലൊന്നും ചിലപ്പം ബുദ്ധിയുടെ തലത്തിൽ ഇത് മനസ്സിലാകും. ഇത് പരിശുദ്ധാത്മാവ് നിനക്കും എനിക്കും പറഞ്ഞു നൽകുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ശക്തിയെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇതിനകത്ത് ഇത് പറഞ്ഞു തരുന്ന സുവിശേഷ പ്രഘോഷകരോ, ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോഴും ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുക, ഇതിപ്പം നമ്മളെല്ലാം ഈക്വലാണ്, നമ്മളെല്ലാം ഈശോയുടെ ക്ഷമയുടെ കീഴിലാണ് നിൽക്കുന്നത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പരസ്പരം ആ ഒരു സ്നേഹത്തിൽ ഈശോയുടെ മക്കളെന്ന നിലയിൽ ഒരുമിച്ചിരിക്കുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഈശോയുടെ സ്നേഹവും ഈശോയുടെ ക്ഷമയുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിക്കുമായിരുന്നു. ആളുടെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ആളുടെ ഗ്രാൻഡ് ഫാദർ ഒരു 36-37 വയസ്സുള്ളപ്പോൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. നല്ലൊരു മനുഷ്യരായിരുന്നു, പക്ഷെ ആ ഒരു ഏജ് ടൈം ആയപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ അയാളുടെ ജീവിതത്തിലുണ്ടായി. ഇയാളുടെ ഫാദറിൻ്റെ ടൈമിലും ഏകദേശം അദ്ദേഹത്തിന് 36 വയസ്സൊക്കെ ഉള്ളപ്പം ഒരു ക്രൈം ചെയ്യുകയാണ്. വലിയൊരു അടിപിടി കേസിലുണ്ടായി, ഭയങ്കര പ്രശ്നങ്ങളായി, വെട്ടും കുത്തുമൊക്കെ ആയിട്ട്, അതും പോലീസും പരിപാടിയൊക്കെ ആയിട്ട് അതങ്ങ് സംഭവിക്കുകയാണ്. ഈ മനുഷ്യൻ വളരെ നല്ല രീതിയിൽ ജീവിച്ച് ഇദ്ദേഹം ഒരു 30, 35, 36 വയസ്സൊക്കെ ആയപ്പം വീട്ടിലൊക്കെ ഇവിടുന്ന് എല്ലാം പ്രശ്നങ്ങൾ വരുവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചിലവരെ തല്ലണം, ഇടിക്കണം, വെട്ടണം, അങ്ങനെ ഭയങ്കര ദേഷ്യമാണ്. അപ്പം ഈ എങ്ങനെയോ ഒരു വീഡിയോ കണ്ട അയാൾ എന്നെ വിളിക്കുവാണ്, ഇതൊന്ന് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു വിളിക്കുക. അപ്പം ഞാൻ എന്തോ ഒരു മീറ്റിങ്ങിനകത്തായിരുന്നു. പക്ഷെ ചില സമയത്ത് ചില ഫോൺ കോൾ അല്ലെങ്കിൽ ചില മെസ്സേജ് വരുമ്പം നമ്മളെ കർത്താവ് തന്നെ അങ്ങ് ശാന്തമാക്കും. അതായത് ആ ഫോൺ കോൾ എടുക്കണം, അത് അയാളോട് സംസാരിക്കണം. അത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്, ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ എല്ലാം പ്രാർത്ഥിക്കാം എന്ന് പറയും, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ചില സമയത്ത് നമുക്ക് അതിനുള്ള സാഹചര്യം ദൈവം തന്നെ ഒരുക്കും. അപ്പം ആ മനുഷ്യനോട് സംസാരിക്കാൻ എനിക്ക് സാധിച്ച സമയത്ത് ഈശോ ഉള്ളിൽ എന്നോട് പറഞ്ഞ കാര്യം ആണ് ഈ ഒരു വചനം. കൊളോസ്സസ് ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം എടുത്ത് വായിച്ച അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിൻ്റെ ക്ഷമ അനുഭവിക്കുക, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുക. അപ്പം ഞങ്ങൾ വലിയ വചനപ്രഘോഷം അല്ലെങ്കിൽ എന്നാ പറഞ്ഞാൽ നീ അത് ചെയ്യണം അങ്ങനത്തെ കൗൺസിലിംഗ് പരിപാടി ഒന്നുമല്ല. സിമ്പിളായിട്ട് ഞങ്ങളിങ്ങനെ യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഈശോ ഞങ്ങളുടെ നടുവിലുണ്ട്. അപ്പം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആളെന്നോട് പറയണം, ഒരു മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയി, വലിയൊരു സമാധാനം ഉള്ളിലോട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂടുതലിരുന്ന് പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് വൈകിട്ടൊന്ന് കിടന്നുറങ്ങും. ഇന്ന് വൈകിട്ട് ആൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വചനമൊക്കെ തുറന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആത്മാവിൻ്റെ സാന്നിധ്യം ആഴത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും, ഈ ആൾക്കാരോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നു. സത്യത്തിൽ ഈ മനുഷ്യൻ്റെ ഭാഗത്താണ് റൈറ്റ്. നമുക്ക് കാര്യം കേൾക്കുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ ഇയാളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുവാണ്. ഇവിടുന്ന് ആൾക്കാർ വന്ന് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്നു, ചീറ്റ് ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്ത് ഈ മനുഷ്യനെ ഒരു പ്രത്യേക ക്രൈമിലേക്ക് വലിച്ചോണ്ട് പോകും ഒരു ശക്തി.
അപ്പം ഇതൊരു ചെയിനാണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ ടൈമിലുണ്ടായി, അപ്പൻ്റെ ടൈമിലുണ്ടായി, ഇയാളുടെ ടൈമിലും ഉണ്ടാകും. അപ്പം യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി, കർത്താവിൻ്റെ പരിഹാര ബലിയുടെ ശക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഹായിക്കുന്നത്? ഈ ചെയിനിനകത്തുനിന്ന് പുറത്തുകൊണ്ട് വരുവാണ്. ഈ ചെയിനിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. ആ ചെയിനിനകത്ത് പുറത്തു വരുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആ മനുഷ്യൻ അനുഭവിക്കുന്ന സമയത്ത് അയാളിലെ വ്യക്തിത്വം, ഞാനെന്ന വ്യക്തിത്വം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുകയാണ്. അപ്പം പല ആൾക്കാർക്ക് ഈ ഒരു ഭാഗം ഇഷ്ടമില്ല. അതായത് എന്നത് ഇപ്പം നമ്മളെ തല്ലുന്നവനെ തിരിച്ചു തല്ലണം, അല്ലെങ്കിൽ നമുക്കിട്ട് പാര പണിതവനെ അവന് നാശം വരണം. അപ്പം ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എന്നെക്കെതിരെ അയാൾ അങ്ങനെയൊക്കെ ചെയ്തു, അയാൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ക്രിസ്ത്യാനിറ്റിയുടെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവങ്ങളുമല്ല. ക്രിസ്ത്യാനിറ്റിയുടെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഫാമിലി ഒരു പ്രത്യേക കേഴ്സ് അവരെ പിന്തുടരുവാണ്. 36-37 വയസ്സുള്ള സമയത്ത് ആളുടെ ഗ്രാൻഡ് ഫാദർ ഇവരെല്ലാം ഒരു പർട്ടിക്കുലർ ക്രൈമിനകത്ത് ഒരു സ്പിരിറ്റ് വന്നിട്ട് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പെടുത്തു വരുന്നവരെ. ഇയാളുടെ ടൈമിലേക്കും ഇത് വന്നപ്പോൾ യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും അനുഭവിച്ച് ആ അവസ്ഥയിൽ ക്രിസ്തുവിനൊപ്പം ഈ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് തന്നെ വേദനിപ്പിക്കുന്നവരോട് അവരോട് ക്ഷമിച്ചുകൊണ്ട് അത് അയാളിലെ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ക്ഷമിക്കുവാനുള്ള കൃപ നൽകുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ ആ സാഹചര്യത്തെ മറികടക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു തലം തുറക്കപ്പെടുകയാണ്, പുതിയൊരു ബ്ലെസ്സിങ്ങിൻ്റെ സീസൺ തുറക്കപ്പെടുകയാണ്. അദ്ദേഹം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഇങ്ങനെ തുറന്നു വരിക. അത് ഈ ദിവസങ്ങളിൽ തുറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കെല്ലാവർക്കുമായിട്ട് ദൈവം ഇങ്ങനെ ഒരു മെസ്സേജ് നൽകും. അതായത് ക്രിസ്തുവിൻ്റെ ആ ക്ഷമയും സ്നേഹവും അനുഭവിച്ച് ദൈവം തുറക്കുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഞാൻ ഈ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എത്രയോ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ അവസാനം ശുശ്രൂഷ ചെയ്യുകയാണ്. ഇപ്പം നേഴ്സായിട്ടോ സോഷ്യൽ സപ്പോർട്ട് വർക്കേഴ്സായിട്ടോ ഒക്കെ ആൾക്കാർ ജോലി ചെയ്യുമല്ലോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് വർക്കറായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ എത്രയോ പേരാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയങ്ങളിലൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, അവർ ജീവിതത്തിൽ എന്ത് അച്ചീവ് ചെയ്തു എന്നുള്ളതല്ല, അവർക്ക് ചിലരോട് ക്ഷമിക്കാൻ പറ്റി, അതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. ചില ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം അതൊരു അച്ചീവ്മെൻ്റാണ്. ക്ഷമിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇപ്പം ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സംഭവം, ഇത് നമ്മൾ ഈ പള്ളി, മതം, ജാതി, ഈ സാധനം അതൊക്കെ വെറും ഒരു ഷെല്ല് മാത്രമാണ്. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മാവ് അവൻ്റെ ലൈഫ് ടൈമിൽ യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സാന്നിധ്യവും അനുഭവിച്ച് നമ്മുടെ മൊത്തം സർക്കംസ്റ്റാൻസസിനോട് ക്ഷമിക്കുകയാണ്. ഇപ്പം നമ്മളൊരു വീട്ടിൽ ജനിച്ചു, നമ്മൾ തിരഞ്ഞെടുത്തൊരു സ്ഥലമല്ല. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ശത്രുക്കൾ, ഈ കണ്ടുമുട്ടിയവരെല്ലാം അവിടെ ഇങ്ങനെ വരിക. അപ്പം ഈ വ്യക്തികളെ നമ്മൾ യേശുവിൻ്റെ സ്നേഹവും സാന്നിധ്യവും അനുഭവിച്ച് ക്ഷമിച്ച് റിലീസ് ചെയ്യുകയാണ്. ദാറ്റ്സ് എ പ്രോസസ്സ്. ആ പ്രോസസ്സിന് നമ്മളെ സഹായിക്കുന്ന പവർഫുൾ ഫെയ്ത്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. അത് ഹോളി സ്പിരിറ്റിൻ്റെ പവറിലാണ്. അത് ആ പവർ അനുഭവിച്ചറിഞ്ഞ് നമ്മളെ അതിലോട്ട് കൊണ്ടുവരുവാണ് പരിശുദ്ധാത്മാവ്. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സിനകത്തോടെ ഒരാൾ കയറി പോകുമ്പോഴത്തേക്കും ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സുവിശേഷ പ്രഘോഷണവും, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് നിലനിൽക്കുന്ന സത്യം എന്ന് വെച്ചാൽ യേശുവിൻ്റെ സ്നേഹമാണ്. നമ്മുടെ ആത്മാവിനെ നിത്യമായി യേശു സ്നേഹിക്കുകയാണ്. ആ യേശുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലോട്ട് നിറയപ്പെടുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലോട്ട് നിറയപ്പെടുമ്പോൾ ആ സ്നേഹം നമ്മളെ ഉയർത്തുന്നൊരു ലെവലുണ്ട്. അതായത് സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ഇരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്. അപ്പം നമ്മുടെ ഭാഗത്ത് റൈറ്റ് നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളാവും. പക്ഷേ വചനം പറയുകയാണ്, കർത്താവ് എപ്രകാരം നമ്മളോട് ക്ഷമിച്ചോ അതുപോലെ നമ്മൾ ക്ഷമിക്കണം. ഇപ്പം ഈശോ നിങ്ങളോട് എങ്ങനെയാണ് ക്ഷമിച്ചത്? ഈശോ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുക. ഈശോ ക്ഷമിച്ച ആ ക്ഷമ ഉള്ളിലോട്ട് അനുഭവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാർക്ക് ദൈവത്തോട് ദേഷ്യമുണ്ട്. ഇങ്ങനെ കരിസ്മാറ്റിക് വചനപ്രഘോഷകർക്ക് സ്റ്റേജിലൊക്കെ നിന്ന് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് വചനമൊക്കെ പറയുന്ന ആൾക്കാർക്ക് പോലും ദൈവത്തോട് ദേഷ്യമുള്ളവരുണ്ട്. എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുദ്ദേശിച്ച പോലെ ഒന്നും എല്ലാ കാര്യം നടന്നിട്ടില്ല. ഈ ഭൂമിയിൽ ഒരു ജാതിയിലും മതത്തിലും
ഒരു വ്യക്തി പോലും ഇല്ല. അയാൾ ഉദ്ദേശിച്ച പോലെ ദൈവം എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ തന്നെ നടത്തി കൊടുക്കുന്ന സംഭവങ്ങളൊന്നും, അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കത്തില്ല. അതൊക്കെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. കാരണം മനുഷ്യന്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളെ ദൈവം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്, അത് കർത്താവിന്റെ സ്നേഹവും ഫൊർഗീവ്നെസ്സും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഫൊർഗീവ്നെസ്സിനകത്ത് ജീവിച്ച് നമ്മൾ റിലീസ് ചെയ്യണം. നമ്മുടെ ചുറ്റും ഈ കോണ്ടെക്സ്റ്റിലേക്ക് വന്ന ആൾക്കാരിലൂടെ വരുന്ന മുറിവുകൾക്കെല്ലാം യേശുവിന്റെ സ്നേഹത്തിലൂടെ സൗഖ്യം കിട്ടി അവരിലേക്ക് ആ സൗഖ്യത്തെ റിലീസ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കെയർ ഹോമിലൊക്കെ ഈ ലാസ്റ്റ് മൊമെന്റ് മനുഷ്യൻ, വലിയ പൈസ ഉള്ളവരുണ്ട്, സാധാരണക്കാരുണ്ട്, ഏത് അവസ്ഥയിലാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലാസ്റ്റ് സക്സസ് എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് ഈ ഫൊർഗീവ്നെസ് എന്നുള്ള തലം എത്രത്തോളം ക്ലീൻ ആയെന്നുള്ളതാണ്. നിങ്ങൾ ഏത് റോള് നടത്തുന്ന വ്യക്തി ആയിക്കോട്ടെ, ഏത് റോളായിക്കോട്ടെ, ഇപ്പോൾ ഒരു വലിയ കാശുള്ള വീട്ടിൽ ജനിച്ച വ്യക്തിയാകട്ടെ, മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാകട്ടെ, ഏത് റോള് ദൈവം നിങ്ങൾക്ക് തന്നാലും ആ റോള് അവസാനം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് ആ ഫൊർഗീവ്നെസ്സിനകത്തേക്ക്, അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിനെ മുഴുവനും ആ ഒരു ഫുൾ ഫൊർഗീവ്നെസ്സിലേക്ക് നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ അത് കംപ്ലീറ്റഡ് ആയി. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈശോയുടെ സ്നേഹത്തിൽ അവരെ ആ ഒരു ഫൊർഗീവ്നെസ്സിലേക്ക് നയിക്കുവാൻ ദൈവം ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ അവിടെ ഈ ഡിമെൻഷ്യ ഒക്കെ ഉള്ള, മാനസിക ഓർമ്മയൊക്കെ നശിച്ചു പോകുന്ന അൾഷമേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ വചനം പറഞ്ഞാലോ അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും അവർക്ക് പെട്ടെന്നും പിടികിട്ടത്തില്ല. അപ്പം പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് ഇവിടെ എന്നാ ചെയ്യണ്ടേ? അപ്പോൾ ഹോളി സ്പിരിറ്റ് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സിനേരിയോ, ഇങ്ങനെ വേർഡ് ഓഫ് നോളജ് അവരുടെ ജീവിതത്തിൽ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയും അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്ന് ഇവരിൽ നിറയപ്പെടുകയായിരുന്നു. അങ്ങനെ നിറയപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ടാവുകയാണ്. ഇന്ന് ഓർമ്മയും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ ഉള്ളിലോട്ടൊന്ന് റിസീവ് ചെയ്തേ. ആ റിസീവ് ചെയ്ത കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നവരോടൊന്ന് ക്ഷമിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരിക്കും. അത് വേറൊരു തലമാണ് കേട്ടോ. മനുഷ്യന് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെ തന്നെയാണ് അവനോട് തന്നെ ക്ഷമിക്കുക. ചിലപ്പോൾ ചില മനുഷ്യർക്ക് ഒന്നും ഇഷ്ടമില്ല അവരെക്കുറിച്ച്. അവരുടെ സൗന്ദര്യം ഇഷ്ടമില്ല, ജനിച്ച വീട് ഇഷ്ടമില്ല, അവരുടെ വ്യക്തിത്വം ഇഷ്ടമില്ല, ഒന്നും ഇഷ്ടമില്ല. അതും ഒരു വലിയ മേഖലയാണ്. അവനോട് തന്നെ ക്ഷമിക്കുക, സ്വയമേ ക്ഷമിക്കുക. ഈ കോണ്ടെക്സ്റ്റ് ഞാൻ ഇങ്ങനെയാണ്. ഐ ഫൊർഗീവ് മൈസെൽഫ് ആൻഡ് ഓൾസോ യു ഹാവ് ടു ഫൊർഗീവ് ഗോഡ്. ദൈവത്തോട് നമ്മൾ ക്ഷമിക്കണം. ചിലർക്ക് ദൈവത്തോട് ഭയങ്കര ദേഷ്യമാണ്. ഈശ്വരൻ, ദൈവം എന്നെ ഇങ്ങനൊരു സ്ഥലത്ത് ജനിപ്പിച്ചു, ഞാൻ എന്തുകൊണ്ട് അമേരിക്ക ജനിച്ചില്ല, അമേരിക്ക ജനിച്ചിരുന്നതിന് ബെറ്റർ ആണെന്നാണ് അങ്ങനെ മനുഷ്യൻ അങ്ങ് ചിന്തിച്ചു പോവുക. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അപ്പോൾ ദൈവത്തോട് ക്ഷമിക്കണം. ഇപ്പോൾ യേശു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കണം, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഏലി ഏലി ലമ്മ ശബത്താൻ, എൻ്റെ ദൈവം എന്തിന് നീ എന്നെ കൈവെടിഞ്ഞു. പക്ഷെ അവിടെയും കർത്താവ് ആ ക്ഷമയുടെ 3 തലങ്ങളെ നമുക്ക് കാണിച്ചു തന്നു. ഈ പറഞ്ഞ സകല തലങ്ങളും ദൈവം നമുക്ക് കാണിച്ചു നൽകുകയാണ് ക്രൂശിൽ കിടക്കുമ്പോൾ. അവിടെ കിടന്നുകൊണ്ട് ദൈവം ആ ഒരു ഫുൾനെസ്സിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് യേശു പറയും, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി എന്നുള്ള ആ ഒരു മെസ്സേജിന് ഒരുപാട് ലെയറുണ്ട്. ഇതിപ്പോൾ ഒരു തലമാണെങ്കിൽ പൗലോസിനെ പഠിപ്പിക്കുകയാണ്, ആ യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം ഇതൊരു മതത്തിന് അപ്പുറമായിട്ടൊരു സംഭവമാണ്. ഒരു ആത്മാവ് ഡിസ്കവർ ചെയ്തെടുക്കേണ്ട ഒരു സത്യമാണിത്. അപ്പോൾ ആത്മാവ് ഡിസ്കവർ ചെയ്തെടുക്കേണ്ട സത്യവും മതവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിച്വലിസ്റ്റിക്ക് പോകുന്ന ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുള്ള അത് ശരി ഇത് തെറ്റ്, അത് ലോയുടെ അകത്താണ് ഇത് നിൽക്കുന്നത്. എന്നാൽ പുതിയ നിയമം യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നുള്ളത് അത് ഇപ്പം നമ്മൾ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും വെട്ടം വരുന്നത് പോലെ സകല മനുഷ്യരിനും വരുന്ന പ്രകാശമാണ്. ആ പ്രകാശത്തെയാണ് ഇന്ന് ലോകം മുഴുവൻ എത്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തെ അന്ധകാരമുള്ള സ്ഥലത്ത് എത്തിക്കാനുള്ള നിയോഗമാണ് യേശുവിനെ തിരിച്ചറിഞ്ഞവർക്ക് ദൈവം നൽകിയിരിക്കുന്ന നിയോഗം. അതൊരു മതമല്ല. നമ്മളിതിനെ ഒരു കൺവേർഷൻ മതം എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് നമ്മൾ ലോ ചെയ്യുക. അതിനെ ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരരുത്. ഇപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും അത് വേറൊരു പ്ലാനറ്റാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അതിന്റെ പ്രയോജനത്തെ നോക്കിക്കേ. ഇന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ ലോകം മുഴുവനും പ്രകാശം കിട്ടുവാണ് അല്ലേ? യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനകത്തെ പ്രകാശം ഇന്ന് നമ്മുടെ ആത്മാവിൽ നിറയട്ടെ. ഇന്ന് നമ്മുടെ ആത്മാവിനെ ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനിടയാകട്ടെ. അതുകൊണ്ടാണ് അപ്പസ്തലൻ പഠിപ്പിക്കുന്ന കൊളോസസ് 1:13 അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു, തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. യേശുവിന്റെ യഥാർത്ഥ സ്നേഹം അനുഭവിക്കുമ്പോൾ ഇറ്റ് ഈസ് എബവ് എനി സോർട്ട് ഓഫ് ഡിനോമിനേഷൻ.
അത് കത്തോലിക്കനെന്നോ പെന്തക്കോസുകാരനെന്നോ പിന്നെ യാക്കോബയെന്നോ ഓർത്തഡോക്സെന്നോ മാർത്തോമയെന്നോ ഒന്നുമല്ല. അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന യേശു ക്രിസ്തുവിലുള്ള ഒരു വലിയൊരു ജീവിതമാണ്. ആ ജീവിതം അനുഭവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സൈനാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യും. നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അത് ക്ഷമിക്കാൻ പറ്റും. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞാൽ, വി ഓൾ ആർ ഇൻ നീഡ് ഓഫ് ജീസസ്. ഇത് പറയുന്ന ഞാൻ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ പ്രാർത്ഥനയുടെ ആവശ്യമാണ്. ഇവിടെ ഞാൻ നിങ്ങളെക്കാളും ബെറ്ററൊന്നോ നിങ്ങൾ എന്നെക്കാളും ബെറ്ററൊന്നോ അങ്ങനത്തെ സംഭവം ഒന്നും പുതിയ നിയമത്തിലില്ല. പൗലോസിലെ പറയുന്നത് മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണുക, നമ്മൾ പരസ്പരം എളിമപ്പെട്ട് നിൽക്കുക. ഇവിടെ ഞാൻ ഹയർ, നിങ്ങൾ ലോവർ, അതൊക്കെ പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിലെ സംഭവമാണ് ഞാൻ നിങ്ങളെക്കാൾ ഹയറാണ്. അതൊന്നും പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ഒന്നാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസിനെ പഠിപ്പിക്കുന്നതിന് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, യഹൂദനെന്നോ ജൂതനെന്നോ ഗ്രീക്കുകാരനെന്നോ വ്യത്യാസമില്ല. നമുക്ക് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജൂതൻ മറ്റുള്ളവരെക്കാളും ഗ്രേറ്റർ ആണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വചനം പറയുന്നത് ജൂതൻ എന്ന വ്യത്യാസമില്ല, ഗ്രീക്കുകാരെന്ന വ്യത്യാസമില്ല, പുരുഷൻ എന്ന വ്യത്യാസമില്ല, സ്ത്രീ എന്ന വ്യത്യാസമില്ല. യേശു ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. യേശു ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. യെസ്, ട്രഡീഷൻ. അപ്പോൾ ആൾക്കാർ പറയും ട്രഡീഷൻ അവിടെ നിൽക്കട്ടെ. വചനം പറയുന്നതല്ലേ ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നമ്മൾ ട്രഡീഷനൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം വചനം നൽകുന്നൊരു ഉൾക്കാഴ്ചയാണ് യേശു ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ഇന്ന് ആ യൂണിറ്റിക്കുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ ഒരു യൂണിറ്റിയെ നമുക്ക് തിരിച്ചറിയാം. ആ ത്രിയേക ദൈവത്തിൻ്റെ യൂണിറ്റിക്കകത്താണ് നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മളെല്ലാം യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നത്. ആ ഒരു യൂണിറ്റിക്കുള്ളിലേക്ക് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം നമ്മളെ കൂടുതൽ ആ യൂണിറ്റിയുടെ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുവാനിടയാകട്ടെ. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്കായി നൽകുന്നു. മറ്റുള്ളവരോട് കരുതലോടെ ഇടപെടുവാൻ, പെരുമാറുവാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ നടുവിൽ നൽകുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ നടുവിൽ നൽകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ലിമിറ്റേഷനകത്ത് അവർ കുറേ ലിമിറ്റേഷനുള്ള വ്യക്തികളുണ്ടെങ്കിൽ ആ ലിമിറ്റേഷനിൽ അവർ നൽകുന്ന, ഇപ്പോൾ ഈ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെയുള്ള പേരൻസ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ലിമിറ്റേഷനാണ് നിങ്ങൾക്കുള്ള. ആ ലിമിറ്റേഷൻ എന്തുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായി, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഈവൻ ക്രിസ്ത്യൻ ഈ അച്ഛന്മാരും പാസ്റ്റർമാരൊക്കെ പറയുന്നതൊക്കെ പലരും നമ്മൾ കേൾക്കുമല്ലോ. ചിലരൊക്കെ പറയും അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമ്പം വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ഇവിടെ എല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ക്ഷമയും നമ്മൾ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക. ഹെവൻ സീസ് യു ആസ് എ ചാമ്പ്യൻ. സ്വർഗം നിങ്ങളെ ഒരു ചാമ്പ്യനായിട്ടാണ് കാണുന്നത്. സ്വർഗം നിങ്ങളെ ഒരു എന്താ പറയുക, ക്രൗൺ നൽകി ആദരിക്കുന്ന വ്യക്തിയാണ്. സ്വർഗത്തിൻ്റെ മാസ്റ്റർ പീസുകളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പം മതത്തിൻ്റെ ആൾക്കാർ എന്ത് പറയുന്ന ബേസ് ചെയ്തിട്ടല്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത്. ഗോഡ് ലവ്സ് യു ഇറ്റേണലി. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തെ തിരിച്ചറിയുക. ക്രോസിലേക്ക് നോക്കുക. ക്രൂശിൽ അവിടെ ഒരു മതവസ്ത്രം ധരിച്ചല്ല യേശു അവിടെ ക്രൂശിതനായി കിടക്കുന്നത്. അവിടെ നഗ്നനായിട്ട് യേശു കിടക്കുന്നത്. അവിടെ മതത്തിൻ്റെ ഒരു വേഷഭൂഷാദികളൊന്നും യേശുവിൽ കാണുന്നില്ല. അവിടെ യേശുവിൽ കാണുന്നത് പരിപൂർണ മനുഷ്യനായി പരിപൂർണ ദൈവം കിടക്കുകയാണ്. നഗ്നനായി അടിയേറ്റ് ശരീരം മുഴുവൻ തകർക്കപ്പെട്ട്, അല്ലേ, ഒരു തുണി പോലുമില്ല മറയ്ക്കാൻ ആ നഗ്നത. അതുപോലെ ദൈവം നമുക്ക് വേണ്ടി വിവസ്ത്രനായി കിടക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഓരോ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സീ ഹിം. നമുക്ക് പലപ്പോഴും റിലീജിയൻ നമ്മളെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. റിലീജിയനിലെ ഇപ്പം നമുക്ക് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ പറയും ഞങ്ങളെ ഏറ്റവും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന റിലീജിയൻ എന്ന് പറയും. അപ്പം കർത്താവിനെ ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾ കാണണ്ട. കർത്താവിനെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ദൈവമായിട്ട് കണ്ടേ. ചിലപ്പോൾ നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട വ്യക്തിയല്ല, നിങ്ങളുടെ ദൈവമായിട്ട്. സീ ഹിം ആസ് യുവർ ഓൺ മാസ്റ്റർ ഹു കെയിം ഡൗൺ ടു റെസ്ക്യൂ യു. നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ക്രൂഷ്യൽ ബലിയായി തീർന്ന കർത്താവിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് റിലീജിയനിലുള്ളവരെ, ഇപ്പം നിങ്ങളെ വേദനിപ്പിച്ച് ചിലപ്പോൾ ഒരു പള്ളിലജനാണ്, ആ പള്ളിലജനെ സ്നേഹിക്കാൻ പറ്റും. ഒരു പെന്തക്കോസ് പാസ്റ്ററാണ്, ആ പാസ്റ്റർ സ്നേഹിക്കാം. ഞാനിത് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഡിനോമിനേഷൻപ്പെട്ടവർക്കും വേണ്ടിയാട്ടോ. സോ ലോർഡ് വിൽ ഗീവ് യു ദ ഗ്രേസ് ടു ഫൊർഗീവ് ആൻഡ് അക്സെപ്റ്റ് എവരിവൺ. നമ്മൾ ആരും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് മോശം ഇതാണെന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരെല്ലാം സ്നേഹിക്കാൻ പറ്റും.
ആ സ്നേഹത്തിലൂടെയാണ് ഇനി ഒരു ക്രിസ്ത്യൻ റിവൈവൽ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അവിടെ ആ റിവൈവലിനകത്തോട്ട് വരുമ്പോൾ അവിടെ ഇനിയിപ്പം ഈ സ്നേഹം അങ്ങ് വർദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് യാക്കോബായ, ഓർത്തഡോക്സ്, കത്തോലിക്ക, ലാറ്റിന്, സീറോ മലബാർ ഇതെല്ലാം മാറി അവിടെ സ്നേഹത്തിൽ വലിയൊരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെ വെള്ളക്കാര്, ഇന്ത്യക്കാര്, കറുത്തവർഗ്ഗക്കാർ, ഈ പറയുന്ന മനുഷ്യനിട്ടിരിക്കുന്ന അതിർവരമ്പുകളെല്ലാം യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ ആ ഷെല്ലുകളെല്ലാം ബ്രേക്ക് ചെയ്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ ആ നിറവ് ഈ ഭൂമിയിൽ വെളിപ്പെടും. നമുക്കിന്ന് അതിനുവേണ്ടി കൂടി ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിൻ്റെ ശക്തി എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. ഇന്ന് ഭൂമി മുഴുവൻ വിഭാഗീയതകളാണ്, സമാധാനമില്ല. ഒരു ജാതി മറ്റൊരു ജാതിക്കെതിരെ, ഒരു കളറുകാരൻ മറ്റൊരു കളറുകാരനെതിരെ, ഒരു മതക്കാരൻ വേറൊരു മതക്കാരനെതിരെ, എൻ്റേത് സത്യം, എൻ്റേത് ശരി, നിൻ്റേത് തെറ്റ്. അതെല്ലാം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ശരിയേത് തെറ്റേത് പ്രസംഗിക്കുവിൻ. അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും പോയി പാപം ഇതാണ്, ഈ കൽപ്പനകൾ, മോശയിലൂടെ ദൈവം കൊടുത്ത കൽപ്പനകൾ മുഴുവൻ പോയി പ്രസംഗിക്കുക. യേശു പറഞ്ഞായിരുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല മനുഷ്യരെയും വിധിക്കുവിൻ. യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. എന്തോന്നാ ഗുഡ് ന്യൂസ്? യേശുവിനെ പങ്കുവെക്കുക. അതുവരെ മനുഷ്യൻ ദൈവത്തെ തേടി പല സ്ഥലങ്ങളിൽ ഓടി നടക്കുമ്പോൾ ദൈവം മനുഷ്യരുടെ ഇടയിലോട്ട് കടന്നു വന്നു. ഞാൻ പാപികളെ തേടി കടന്നു വന്നിരിക്കുന്നു. എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ ഇടയിലോട്ട് യേശു കടന്നുപോയി. അവരുടെ ഇടയിൽ ഒരുവനായി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ നടന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ചേർത്ത് നിർത്തി അവരെ വിശുദ്ധിയിലേക്ക് നയിച്ച ആ യേശുവിൻ്റെ സാന്നിധ്യത്തെ, യേശുവിൻ്റെ സ്നേഹത്തെ എല്ലാവരിലേക്കും എത്തിക്കുക. അവിടെ അനുകൂലമായിട്ട് ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അനുകൂലതകൾ അവിടെ വെളിപ്പെടും. അതാ യേശു പറഞ്ഞു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുകൂലതകൾ എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ അനുകൂലതകൾ എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. സങ്കീർത്തനം 136 നമ്മൾ കാണുന്നുണ്ട്, ഓ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹി ഈസ് ഗുഡ്, ഫോർ ഹിസ് മേഴ്സി എൻഡ്യൂർസ് ഫോർ എവർ. കർത്താവിൻ്റെ കരുണ എന്നേക്ക് നിലനിൽക്കുന്നു. ഹിസ് മേഴ്സി എൻഡ്യൂർസ് ഫോർ എവർ. ഗീവ് താങ്ക്സ് ടു ഗോഡ് ഓഫ് ഗോഡ്സ് ഫോർ ഹിസ് മേഴ്സി എൻഡ്യൂർസ് ഫോർ എവർ. കർത്താവിന് നന്ദി പറയൂ. ഗോഡ് ഓഫ് ഗോഡ്സ് എന്നവിടെ പറഞ്ഞു. ഗോഡ് ഓഫ് ഗോഡ്സ്. എന്താ ഗോഡ് ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞു? ദേവന്മാരുടെ ദൈവത്തിൻ്റെ ദൈവം. ഗോഡ് ഓഫ് ഗോഡ്സ്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലാണ് നമ്മളെല്ലാവരും സൃഷ്ടിച്ചിരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവത്തിന്, അതായത് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നവൻ തന്നെയാണ് ട്രയൂൺ ഗോഡ്, ത്രിയേക ദൈവം. ആ ദൈവത്തിന് നന്ദി പറയുക. നമ്മളായിരിക്കുന്നത് അവിടുത്തെ കരുണയാലാണ്, കൃപയാലാണ്, മേഴ്സിയാലാണ്. And experience his mercy. And when you experience his mercy, you will be able to let go and forgive. ആ മേഴ്സി അനുഭവിക്കുമ്പോഴാണ് യു ക്യാൻ ലെറ്റ് ഗോ, യു ക്യാൻ ഫൊർഗീവ്, യു ക്യാൻ ഫീൽ ദ ഫ്രീഡം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ കാത്തലിക് ചർച്ചിൽ പറയുന്ന പാദ്രോപ്പിയോയുടെ മിനിസ്ട്രി എന്ന് വെച്ചാൽ, പാദ്രോപ്പിയോ ഒരു എക്സ്ട്രീം റിജക്ഷനിലൂടെ കടന്നു. ആൾക്ക് കർത്താവിൻ്റെ ഗിഫ്റ്റിങ്സും ഹോളി സ്പിരിറ്റിൻ്റെ പല ഗിഫ്റ്റൊക്കെ കിട്ടിയ സമയത്ത് അതില്ലാതിരുന്ന ആൾക്കാർ, പ്രീസ്റ്റായിട്ടുള്ളവരും മറ്റുള്ള ആൾക്കാരെന്ന് വെച്ചാൽ, അതൊരു ചില ആൾക്കാർക്ക് ദൈവത്തെക്കുറിച്ച് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവർ റിലീജിയൻ പഠിച്ചു, ബുദ്ധിയുടെ തലത്തിൽ അവർ പഠിച്ചു, ഫാമിലിയൊക്കെ ചില ആൾക്കാർ അങ്ങനെ പ്രീസ്റ്റ് ആകാനൊക്കെ വിടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. യൂറോപ്പിലൊക്കെ വലിയ പ്രസ്റ്റീജിയസ് പൊസിഷനായിരുന്നു. അങ്ങനെയൊക്കെ പ്രീസ്റ്റ് ആയിട്ടുള്ളവർ അവർ വലിയ ഹയർ പൊസിഷനിലൊക്കെ ഇരിക്കുക. അവർക്കങ്ങനെ ദൈവത്തോടുള്ള ഒരു വിശ്വാസത്തെക്കാൾ ഒരു ഇൻ്റലക്ച്വൽ ഇതും മതത്തിൻ്റെ ഒരു പൊസിഷൻ എന്നുള്ള നിലയിലൊക്കെ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഈ ഹോളി സ്പിരിറ്റിൻ്റെ അനുഭവം റിയൽ ക്രിസ്ത്യൻ ലൈഫ് പ്രാക്ടീസ് ചെയ്ത പാദ്രോപ്പിയോയ്ക്ക് കുറേ റിജക്ഷൻസ് ഉണ്ടായി. അപ്പം ആളിങ്ങനെ ഹോളി സ്പിരിറ്റിനെ ശക്തിയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ട, അങ്ങനെ ഒരാൾ അങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ട എന്നുള്ള നിലയിൽ തന്നെ പല രീതിയിൽ ആളെ ബ്ലോക്ക് ചെയ്യും. ഈവൻ ആൾക്ക് അന്ന് പള്ളി കുർബാനയല്ലാനോ അങ്ങനെ ബേസിക് മിനിസ്ട്രി പോലും നിഷേധിക്കപ്പെട്ട സമയങ്ങളിൽ ആ ഒരു പെയിൻ ഉള്ളിലോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പള്ളിയിലിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഇറക്കി വെക്കുന്ന സമയത്ത് യേശുവിൻ്റെ സ്നേഹം ഉള്ളിലോട്ടങ്ങ് തുളച്ചു കയറി, കർത്താവിൻ്റെ ക്ഷമ ഉള്ളിലോട്ടങ്ങ് കുത്തി തുളച്ചു കയറി. ആ സമയത്ത്
ഈ ഒറ്റപ്പെടുത്തിയ, വേദനിപ്പിച്ച, റിജക്റ്റ് ചെയ്ത, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഈ അങ്ങനത്തെ മനുഷ്യരെ ഒക്കെ ഫൊർഗീവ് ചെയ്യാൻ, ലെറ്റ് ഗോ ചെയ്യാനുള്ള കൃപ കർത്താവ് കൊടുക്കുകയാണ്. അപ്പം ആ സമയത്ത് ആൾക്ക് ഭയങ്കരമായ കൃപ കിട്ടും. അതായത് കൃപ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രേസ് കിട്ടുവാണ്. ആളിന് ആൾക്കൊരു പെർമിഷൻ കിട്ടി, കൺഫെഷന് വേണ്ടി, കൺഫെഷൻ ബൂത്ത് ഇരിക്കാൻ വേണ്ടി മാത്രമുള്ള പെർമിഷൻ കിട്ടി. അവിടെ ഇരുന്ന ആൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് യേശുവിൻ്റെ സാന്നിധ്യം വന്ന് ആ റൂമിൽ വന്ന് നിറയുവാണ്. അപ്പം ആൾക്കാർ, മനുഷ്യൻ വന്ന് കൺഫെഷൻ ബൂത്തിൽ വന്ന് കുമ്പസാരിക്കാനായിട്ട് ആൾ വരുന്ന സമയത്ത് അവർ പൊട്ടിക്കരയുക. കാരണം അവരവിടെ വരുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ്. യേശുവിൻ്റെ സാന്നിധ്യം ഒരാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യനെ ക്ഷമിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. അതവിടെ സംഭവിക്കാൻ തുടങ്ങി. അവിടെ ക്യൂ 1.5-2 മണിക്കൂർ ആൾക്കാർ 10,000 വന്ന് ക്യൂ നിൽക്കുന്ന അവസ്ഥ വരിക. 10,000 മനുഷ്യർ വന്ന് ക്യൂ നിൽക്കുകയാണ്. ഇത് കാത്തലിക് ചർച്ച് സംഭവിച്ചിട്ടുണ്ട്. ഈവൻ അമേരിക്കയിലുള്ള പ്രൊട്ടസ്റ്റൻസ്, പെൻറ്റക്കോസ്റ്റലായിട്ടുള്ള പാസ്റ്റർമാർ, അവരുടെ ജീവിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ എക്സ്ട്രീം റിജക്ഷനിലൂടെ ചില മനുഷ്യർ കടന്നുപോയി. വചനം പ്രസംഗിച്ച് യേശുവിനെ സാക്ഷിയാക്കിയതിൻ്റെ പേരിൽ ഒരുപാട് പേര് കല്ലെറിയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരോട് ക്ഷമിക്കുവാൻ ഇങ്ങനെ കൃപ കിട്ടി. അങ്ങനെ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച് കൃപ സ്വീകരിച്ച് അവരോട് ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിച്ച ചില വലിയ മിഷണറിമാരൊക്കെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ ട്രെയിനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് വന്നിരുന്ന ആൾക്കാർ പൊട്ടിക്കരയും. അത് സുവിശേഷം ഒന്നും പറയണ്ട, ഇവരെ കാണുമ്പോൾ ആൾക്കാർക്ക് കരച്ചിൽ വരിക. കാരണം ആൾക്കാർക്ക് ഉള്ളിൽ പാപബോധം ഉണ്ടാവുകയാണ്. ആ ട്രെയിൻ മുഴുവൻ ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടുകയാണ്. അങ്ങനെയുള്ള മനുഷ്യരുടെ നിഴലടിക്കുമ്പോൾ രോഗികളുടെ സൗഖ്യമാണ്. ഒരു തലം കഴിഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക്കെന്നും പ്രൊട്ടസ്റ്റെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഈ സ്കൂളിലെ LKG UKG എന്നുള്ള ഒരു ബേസിക് സംഭവം മാത്രമേ ഉള്ളൂ. ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഈ കിടന്ന് അടിക്കുന്ന സംഭവങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം സ്പിരിച്വാലിറ്റി ഇല്ല. അതൊക്കെ വെറും ബേസിക് തലങ്ങൾ മാത്രമാണ്. ആ ബേസിക് തലങ്ങൾ ഒരു സ്ട്രക്ചർ എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഓരോ സ്കൂളിൽ, ഞാൻ ആ സ്കൂളിൽ പഠിച്ചു, ഇവൻ ഈ സ്കൂളിൽ പഠിച്ചു, സേക്രഡ് ഹാർട്ടിൽ പഠിച്ചു, ദേവമാതായിൽ പഠിച്ചു എന്നൊക്കെ പറയുന്ന പോലെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. ബട്ട് വെൻ യു ഗെറ്റ് ഇൻ ടു ദ സർട്ടൺ ലെവൽ ഇൻ യുവർ ക്രിസ്ത്യൻ ലൈഫ്, ഈ സംഭവം മുഴുവൻ ഈ ഒരു ഫൊർഗീവ്നെസ്സിനകത്തോട്ട്, ഇതിനകത്തു കൂടെ മനുഷ്യൻ അങ്ങ് കയറിപ്പോയി. ഇതനുസരിച്ചാണ് പ്രൊമോഷനും ഇരിക്കുന്നത്. ഈ ഒരു തലത്തിനനുസരിച്ചാണ് ഒരാളുടെ പ്രൊമോഷനും ഇരിക്കുന്നത്. അത് എത്ര വർഷം ദൈവത്തെക്കുറിച്ച് എത്ര കോളേജിൽ പോയി PhD പഠിച്ചു എന്നുള്ളതിലല്ല, ഈ ഒരു തലത്തിലാണ് പ്രൊമോഷൻ ഇരിക്കുന്നത്. അപ്പം അത് ആ പ്രൊമോഷൻ കിട്ടിയ ആൾക്കാരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ദൈവമേ നമുക്ക് അവിടെ ഒന്നും ചോദിക്കാനില്ല. കാരണം അറിയാം, ദേ ക്യാരി ദ അനോയിറ്റിംഗ്. അവർ ക്യാരി ചെയ്യുന്ന ആ അഭിഷേകമാണ് അതിൻ്റെ പ്രൂഫ്. അത് ലോകം അംഗീകരിക്കണമെന്നില്ല, ദൈവം അംഗീകരിച്ചതാണ് ആ അഭിഷേകം. ലോകം ചിലപ്പോൾ അംഗീകരിച്ചത് കാരണം ബുദ്ധിയാണല്ലോ, ഇന്റലക്ച്വൽ ആണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തി. ദൈവം നിയന്ത്രിക്കുന്ന ആത്മാവിൻ്റെ ലോകമാണ്, ആത്മാവിൻ്റെ ലോകത്തിൻ്റെ ശക്തിയാണ്. ആ ആത്മാവിൻ്റെ ലോകത്തിൻ്റെ ശക്തി ഇന്ന് അനുഭവിച്ചറിയുവാൻ ലോർഡ് ഈസ് ആസ്കിങ് യു ടു ഡു ഓൺലി വൺ തിങ്, റിസീവ് ഹിസ് ലവ് ആൻഡ് റിസീവ് ഹിസ് ഗ്രേസ്. ഞാൻ പറഞ്ഞല്ലോ, ഐ എം നോട്ട് പെർഫെക്റ്റ് ദാൻ യു, ഐ എം ഇംപെർഫെക്റ്റ് പേഴ്സൺ, നീഡ് എ ജീസസ്. ഈശോയുടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വ്യക്തിയാണ് ഞാൻ, നിങ്ങളും ഞാനും, നമ്മളെല്ലാം വി നീഡ് ഹിം എവറി സിംഗിൾ ഡേ. ആ യേശുവുമായിട്ട് പിരിഞ്ഞ് നമുക്കൊരു ഒരു ഒരു സംഭവം ഇല്ല. ആ യേശുവിൻ്റെ സ്നേഹവും ആ കരുണയും അനുഭവിച്ചുകൊണ്ട് വി ക്യാൻ ലെറ്റ് ഗോ, വി ക്യാൻ എൻജോയ് ദ ക്രിസ്ത്യൻ ലൈഫ് ബൈ ഫോർഗീവിങ് അതർ പീപ്പിൾസ്. ചില സമയത്തുണ്ട് നമ്മൾ ഒരാളോട് ക്ഷമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ക്ഷമിച്ചു കഴിയുന്ന വെച്ചാൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ചിട്ട് നമ്മൾ അവരെ അങ്ങ് റിലീസ് ചെയ്യണം. നമ്മുടെ സോൾ റലത്തിൽ നിന്ന് അവരെ അങ്ങ് ഫോർഗീവ് റിലീസ് ചെയ്യുമ്പോൾ കർത്താവ് തന്നെ മറക്കാനുള്ള കൃപ നൽകും. ആ കൃപ കിട്ടിയിട്ട് നമ്മളൊരു ചായ കുടിച്ചെന്നാൽ ചായക്കൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയാം. നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ ആ പച്ചവെള്ളത്തിനകത്ത് തന്നെ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ ചിലപ്പോൾ നമുക്ക് ഈ ദേഷ്യവും ആങ്കറും ഇതൊക്കെ അങ്ങ് ഉള്ളിലോട്ട് എടുത്തു വെച്ചിട്ട്, ഇപ്പം കൗൺസിലിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ പോയിരുന്നു കഴിഞ്ഞിട്ട് മുഴുവൻ കുറ്റം പറച്ചില്ല. അവരത് ചെയ്തു, ഇവരത് ചെയ്തു. അതിൻ്റെ കാരണം സോൾ ഇൻഫെക്റ്റഡ് ആണ്. സോളിനകത്ത് ഇൻഫെക്ഷൻ കയറി. ഞാൻ ആത്മീയ തലത്തിൽ പറയുന്നത് കേട്ടത്. അപ്പം ആ ഒരു ഇതിനകത്തുനിന്ന് നമുക്ക് ഹീലിംഗ് കിട്ടണം. ഇന്നർ ഹീലിംഗ്. ഹൗ ക്യാൻ വി ഗെറ്റ് ദാറ്റ് ഇന്നർ ഹീലിംഗ്? ആ ഇന്നർ ഹീലിംഗ് ഈ ഭൂമിയുടെ റളത്തിൽ നിന്ന് കിട്ടത്തില്ല. ഇറ്റ് കംസ് ഫ്രം ജീസസ്. അത് യേശുവിൽ നിന്നാണ് ആ ഇന്നർ ഹീലിംഗ് നമ്മളിലേക്ക് വരുന്നത്. ഇന്നർ ഹീലിംഗ്. അപ്പം സെയിൻറ്റ് പീറ്റർ, പത്രോസ്ലിയുടെ കാര്യം ഓർത്ത് നോക്കി. പത്രോസ്ലിയ യേശുവിനെ വിശ്വസിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. എത്രയോ ആൾക്കാർ കളിയാക്കി, അതും ഇതും എല്ലാം പറഞ്ഞു മാറ്റി നിർത്തി. പക്ഷെ പിന്നെ ഒന്നും അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആള് വേറൊരു ലോകത്തിലേക്ക് ആൾ കയറിപ്പോയി. പിന്നെ ആളുടെ ഒരേ ഒരു ലക്ഷ്യം കൂടെ നിൽക്കുന്ന ഈശോനെ, ആ സാന്നിധ്യത്തെ കൂടുതൽ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പം എന്ത് അവസരം കിട്ടിയാലും അവിടെ എല്ലാം ആൾക്ക് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ആളെ ക്ഷമിക്കാൻ തുടങ്ങുവാണ്, സ്നേഹിക്കാൻ തുടങ്ങുവാണ്. അപ്പം ആൾക്ക് കൂടുതൽ ആ ഒരു
പുതിയ തലത്തിൽ ജീവിക്കാൻ സാധിക്കുകയാണ്. ഇന്ന് അങ്ങനെ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമ്മൾക്ക് പകർന്നു നൽകട്ടെ. വലിയ രോഗസൗഖ്യങ്ങൾ ഈ നിമിഷം യേശു ചെയ്യുന്നു. ശരീരത്തിലെ സന്ധിവേദനകൾ, ആർത്രൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരവധി തവണ ഈശോയുടെ സ്പർശനം അനേകർക്കുണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ ഒരു ശുശ്രൂഷ നടക്കുന്നതിനിടയിൽ കർത്താവ് എനിക്ക് ഒരല്പസമയം നൽകി, ഇന്ന് ഈശോ ഈ ഒരു മെസ്സേജ് ഓൺലൈനിൽ പങ്കുവെക്കണം എന്ന കർത്താവ് വളരെ ശക്തമായി പ്രചോദനം നൽകിയപ്പോഴാണ് ഈ മെസ്സേജ് പങ്കുവെക്കുന്നത്. ഇത് ഞാൻ ലൈവ് പ്രയർ ചെയ്യുന്നത് എനിക്ക് നിയോഗമുള്ളപ്പോഴാണ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാനിവിടെ ഇംഗ്ലീഷിൽ ഇവിടുത്തെ റിട്രീറ്റുകളൊന്നും ഞാൻ നേരത്തെ ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ ഇടുമായിരുന്നു. ഇപ്പം ഞാനൊന്നും ഇടുന്നില്ല, കാരണം കർത്താവിനോട് ഇടണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്നത് അത് വേറൊരു ഇതിലങ്ങ് പൊക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. പക്ഷെ ലൈവും നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉള്ള സംഭവം അത് ഒത്തുപോലെ ഈശോ ഉള്ളിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് പങ്കുവെക്കുന്നത്. ഇന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റാതെ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഡെഡ് എൻഡ് പോലെ എന്ന് അങ്ങനെ ഒരു അവസ്ഥ. എന്നാൽ അതിനകത്തെല്ലാം ചില ഫുൾ സ്റ്റോപ്പുകളെല്ലാം കർത്താവ് കോമയാക്കി. ചില ലാൻഡ് സംബന്ധമായ കാര്യത്തിനകത്തൊക്കെ ഇങ്ങനെ ക്രയവിക്രയങ്ങൾ നടക്കാതെ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റാഗ്നന്റ് മോഡിൽ നിന്ന് അതൊക്കെ പ്രോസസ്സിംഗ് മോഡിലേക്ക് ദൈവം എല്ലാം മാറ്റുവാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ചില വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് ഈശോയുടെ കൃപ ഇങ്ങനെ മഴ പെയ്തിറങ്ങുന്നത് പോലെ കർത്താവിൻ്റെ കൃപ ഈ നിമിഷം പെയ്തിറങ്ങുന്നു. ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. ഇവിടെ ശുശ്രൂഷ സംബന്ധമായ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തൊക്കെ ദൈവത്തിൻ്റെ ചില ക്രമീകരണങ്ങൾ, ഞങ്ങളുടെ ഒരു സെൻറ്ററിൻ്റെ കാര്യത്തിനകത്ത് ഒരു ക്രമീകരണം, അതിൻ്റെ ഒരു ഓഫീസ് കാര്യത്തിനകത്തൊരു ക്രമീകരണം ദൈവം ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കണം. അതേറ്റവും അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്പീഡിയായിട്ട് നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. എല്ലാ മേഖലകളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരസ്പരം ഈശോയെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈശോയുടെ ഈ ഒരു റെവലേഷൻ, ആ ഒരു മെസ്സേജ് ഉള്ളിലോട്ട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ യേശുവിനെ കൂടുതൽ അനുഭവിക്കുവാൻ, ഇടവകകളിലും ഡിനോമിനേഷൻ, ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ എല്ലായിടത്തും കർത്താവെ അത് അങ്ങിൽ നിന്നുള്ള സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയെ കൂടുതൽ മനോഹരമായി പങ്കുവയ്ക്കുവാൻ, അത് ജസ്റ്റ് വേർഡ്സിലൂടെ മാത്രമല്ല, ഞങ്ങളുടെ ആക്ഷനിലൂടെ, ഞങ്ങളുടെ ബിഹേവിയറിലൂടെ, ഞങ്ങളുടെ ഫൊർഗീവ്നെസ്സിലൂടെ ഈ ഭൂമിക്ക് ഉപ്പായി ലോകത്തിന് വെളിച്ചമായി ഞങ്ങളെ അങ്ങ് ഇവിടുന്ന് കൽപ്പിച്ച് ഈ ഭൂമിയിൽ ഞങ്ങളെ പ്ലേസ് ചെയ്തതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. ഞങ്ങൾ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവ്. പരസ്പരം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് കൃപയോടെ കേട്ട് ഉത്തരമരുളിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ലിസണിങ്. ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു ഇന്ന് ഈ ഒരു മെസ്സേജ് പങ്കുവയ്ക്കുവാനായിട്ട്. അപ്പം ഇന്ന് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പം പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. വേറെന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നല്ലോ. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ആഴ്ച ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം നമ്മളിവിടെ കൂടുതലും ചെയ്യുന്ന ശുശ്രൂഷകൾ ഇപ്പോൾ ഈ കർത്താവ് ഒരു നിയോഗമായിട്ടൊരു സംഭവം, ഈ ആക്സിഡൻ്റൊക്കെ വന്ന ആൾക്കാർ, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ, അവർക്ക് വേണ്ടി നമുക്ക് കുറേ ഓപ്പണിങ്സ് ദൈവം ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചില വ്യക്തികൾക്കൊക്കെ ഒരു വിൽ പവർ കിട്ടിക്കഴിയുമ്പോൾ, അവർക്ക് ആ ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു ശക്തി കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒത്തിരി മുൻപോട്ട് വരാനുള്ള ഒരു പ്രചോദനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് റിക്കവറിയും ഹീലിങ്സും ഒക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ, ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ കുറേ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും ഉണ്ട്. പ്രിസണുകൾ, എല്ലാവർക്കും ഓരോ സ്റ്റോറിയാണ്. അവരൊക്കെ അങ്ങനെ എത്തിപ്പെട്ട് എല്ലാവരും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ യൂറോപ്പിലും ഇവിടെയൊന്നും നമ്മൾ മലയാളികൾക്കിടയിൽ അങ്ങനെ വലിയ ശുശ്രൂഷകൾ ചെയ്യാറില്ലാത്തതിൻ്റെ കാരണം അത് കർത്താവ് അങ്ങനെ ഒരു നിയോഗം തരാത്തതുകൊണ്ടാണ്. നമ്മൾ നിയോഗം തരാത്തതിൻ്റെ കാരണം നമുക്ക് മലയാളികൾക്ക് നമ്മുടെ നാട്ടിലുള്ള ഇഷ്ടമുള്ള ശുശ്രൂഷകളുണ്ട്. വേറൊരു വിദേശ രാജ്യത്ത് വന്നിട്ട് നമ്മൾ അവിടെ മലയാളികൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമ്മൾ ഇവിടെ ജോലിക്കായിട്ട് ആൾക്കാർ വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ഒത്തിരി ശുശ്രൂഷകളുണ്ട്. അതിലൊക്കെ ആൾക്കാർ പങ്കെടുക്കുക. ഇംഗ്ലീഷുകാർക്ക് ഒരുപാട് ശുശ്രൂഷകളുണ്ട്. നമ്മൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ദ വിഷൻ ഗോഡ് ഗേവ് മീ.
എല്ലാവർക്കും ഉള്ള ദൈവം ഞങ്ങൾക്ക് നൽകിയൊരു വിഷൻ അതാണ്. അപ്പം നമ്മളിപ്പോൾ നിങ്ങളാണെങ്കിലും മക്കളെയൊക്കെ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലൊക്കെ വിടുമ്പോൾ അവരോട് പറയണം, നമ്മൾ അവിടെയുള്ള കമ്മ്യൂണിറ്റിയായിട്ട്, അവർ മനുഷ്യരാണ്, സാധാരണക്കാരായ കർഷകരും സാധാരണ മനുഷ്യരും ക്ലീനർമാരും എല്ലാ തരത്തിലുള്ള മനുഷ്യർ ഈ രാജ്യങ്ങളിലുണ്ട്. നമ്മളവിടെ എല്ലാം മലയാളികളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മലയാളികളുടെ അസോസിയേഷൻ ഉണ്ടാക്കി, മലയാളികളുടെ പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഇവരാരും ഓർക്കും. എന്നോട് ഒത്തിരി വെള്ളക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തിനാ ഇങ്ങനെ നിങ്ങളുടെ തന്നെ പള്ളി ഉണ്ടാക്കുക, നിങ്ങളുടെ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്? ഭയങ്കര വിഷമമാണ്. അത് നമ്മളാണത് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ പറയും വെള്ളക്കാർ തിരിച്ച് വ്യത്യാസം കാണിക്കുന്നവർ. വി സ്റ്റാർട്ടഡ് ഇറ്റ്. അത് മലയാളികൾ മാത്രമല്ല, പാകിസ്ഥാനികളും നോർത്ത് ഇന്ത്യക്കാരും എല്ലാ കമ്മ്യൂണിറ്റിയും കണക്കാം. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പം വെള്ളക്കാർ തന്നെ പിന്നീട് ഇപ്പം ഇന്ത്യക്കാർക്കെതിരെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബഹളം പറ്റും. സോ നമ്മൾ മാക്സിമം നമ്മൾ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമില്ല, കാരണം നമ്മളെല്ലാം ആ ഒരു വ്യത്യാസം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അവിടെ ഈശോ കൃപ നൽകും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ എല്ലാവരുടെയും ആ യൂണിറ്റിയിലേക്ക് കടന്നു വരും. അതാണ് യേശുവിൻ്റെ സഭ എന്നുള്ളത്. അവിടെ മലയാളികൾക്കായിട്ടൊരു സഭയില്ല. ആ യേശുവിൻ്റെ ശരീരത്തിനകത്ത് കറുത്തവർഗക്കാരനുണ്ട്, വെള്ളക്കാരനുണ്ട്, ചൈനക്കാരനുണ്ട്, മലയാളിയുണ്ട്, തമിഴനുണ്ട്. വി ഓൾ ആർ യുണൈറ്റഡ്. യെസ്, ഭാഷയുടെ വ്യത്യാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മലയാളം മാസും കാര്യങ്ങളും മലയാളം പ്രാർത്ഥനയൊക്കെയാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മാക്സിമം നമ്മൾ എല്ലാവരുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട്, ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി ടു ഗെറ്റ് യുണൈറ്റഡ് ഇൻ എനി വേ, ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തോ ഏതെങ്കിലും രീതിയിൽ, ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി, അത് ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ദൈവം ഒരിക്കലും വിഭാഗിതയുടെ ദൈവമല്ല, ദൈവം യൂണിറ്റിയുടെ ദൈവമാണ്. അതാണ് ലാറ്റിൻ ചർച്ചിൻ്റെ ഒരു ബ്യൂട്ടി. അതാണ് ലാറ്റിൻ ചർച്ച്. ഐ വാസ് ബോൺ എ സീറോ മലബാർ. പക്ഷേ ലാറ്റിൻ ചർച്ചിൻ്റെ ഒരു ബ്യൂട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നതാണ്, എല്ലാം ഈ ഒരു കാര്യത്തിനകത്താണ് കാണുന്നത്. അപ്പം അവിടെ എല്ലാം ഒരു അംബർലയ്ക്ക് കീഴിലാണ് നിൽക്കേണ്ടത്. അപ്പം വെദർ യു സീറോ മലബാർ ഓർ ലാറ്റിൻ ഓർ പെൻഡക്കോസ്റ്റൽ ഓർ ജാക്കബൈറ്റ് ഓർ ഓർത്തഡോക്സ്, ഈ ഒരു വ്യൂവിനകത്ത് നിന്ന് ഈശോയോട് ചേർന്ന് നമുക്ക് ഈ ഒരു കൃപയുടെ ഈ കാലഘട്ടത്തിൽ മുൻപോട്ട് പോകാം. എല്ലാവർക്കും ഇത് ഞാൻ പറഞ്ഞ ഈ കാര്യം അതിനെ കംപ്ലീറ്റ്ലി പെർസീവ് ചെയ്യാൻ ചിലപ്പം ഇഷ്ടമില്ലാത്തവർ കാണും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ക്രിസ്ത്യൻ യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതുമാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം ഇന്ന് രാവിലെ ഈ മെസ്സേജ് കേട്ട് ചില ആൾക്കാർ നിങ്ങൾ ആരോട് അഭിപ്രായം പറയാനൊന്നും പോയേക്കരുത്. അത് പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടെ എൻ്റെ പുറത്തോട്ട് കയറും. ദേവിയുടെ അഭിപ്രായം പറയാനൊന്നും പോയേക്കരുത്. സിമ്പിളായിട്ട് നിങ്ങൾ ഈശോയോട് പറയുക, കർത്താവ് ഞങ്ങൾ ക്രിസ്ത്യൻ യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. വേറെ ഒന്നും ഒരു അഭിപ്രായം ആരോടും പറയാൻ പോയേക്കില്ല കേട്ടോ. എല്ലാവർക്കും അവരുടേതായ ലീഗലിസ്റ്റിക് വ്യൂ പോയിന്റുകളുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഇപ്പം മലയാളികൾ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിലുള്ള പ്രാർത്ഥനകളും മക്കളെയൊക്കെ അങ്ങനെ പഠിപ്പിക്കണം, കാര്യങ്ങൾ ചെയ്യണം. യെസ്, അവരെല്ലാം അതിനകത്തൊക്കെ പല ശരികളുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും റോങ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഓൾസോ ട്രൈ ടു ഇൻട്രാക്ട്, എല്ലാവരും ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ അവർക്കും നമ്മൾ ആ ഒരു യൂണിറ്റിയിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. അപ്പം യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ആ യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി പിതാവെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ അവിടെ നൽകിയ സന്ദേശത്തിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് വീക്ക്.